നമസ്കാരം. യൂണിവേഴ്സിന്റെ മിറക്കിൾസിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും സാധാരണക്കാരനായ എൻ്റെ ജീവിതത്തിൽ മിറക്കിൾസിന് സ്ഥാനമില്ല, അത്ഭുതങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന്. അപ്പോൾ സമീപകാലത്ത് ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിൽ മിറക്കിൾസ് ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനുള്ള ചില ചിഹ്നങ്ങൾ, സയൻസിനെ കുറിച്ച് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൂടാന്നുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ 6 സയൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ 3-ൽ കൂടുതൽ അല്ലെങ്കിൽ 4, 3ഓ 4ഓ അതിലധികമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത് തന്നെ ഒരു മിറക്കിൾ സംഭവിക്കും എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഞാൻ അത് ശ്രമിച്ചു നോക്കുകയാണ്. നിങ്ങൾക്കും ശ്രമിച്ചു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് എൻ്റെ അത് കാണുന്നതിന്. എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ്. I teach tarot card, and if you are interested, you can learn tarot. My mission is to help you find your true purpose in this world. നിങ്ങളുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനെ ഞാൻ ടാരോ പഠിപ്പിക്കുന്നത്. അപ്പോൾ 6 കാര്യങ്ങളാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കാം. ഗുഡ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ സൈൻ എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്നും സ്വന്തം ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ഉപദേശം സ്വീകരിക്കുന്നത് നിർത്തുക എന്നുള്ളതാണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഉപദേശം സ്വീകരിക്കുന്നത് നിർത്തുക കഴിഞ്ഞാൽ സ്വന്തം ജീവിതം, അതായത് ഞാൻ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് മറ്റൊരാളുടെ അഡ്വൈസ് സ്വീകരിക്കാതെ സ്വന്തം ആന്തരിക ശബ്ദത്തിൽ കേൾക്കുക. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ സ്വന്തം ആന്തരിക ശബ്ദത്തിൽ. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു ചായ്വാല എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു. തൃശ്ശൂരാണുള്ളത്. അവർ കോർപ്പറേറ്റ് ജോലി ഉണ്ടായിരുന്നതാണ്. അതവർ വേണ്ടാന്ന് വെച്ച് ഷീ സ്റ്റാർട്ടഡ് ഹെർ ഓൺ ഹോട്ടൽ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കോർപ്പറേറ്റ് ഇതിൽ എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ ടീ ഷോപ്പ് തുടങ്ങി ആളുകൾക്ക് നല്ല ചായ കൊടുക്കണമെന്നുള്ളതായിരുന്നു ആഗ്രഹം എന്നുള്ളത്. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു ഷീ ഈസ് ഏർണിംഗ് മോർ മണി ഇൻ ദിസ് ബിസിനസ് ആൻഡ് മോർ ഹാപ്പിനെസ് ദാൻ ഇൻ ഹെർ കോർപ്പറേറ്റ് ജോബ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അതായത് അച്ഛൻ അമ്മ എന്ന് പറയുന്ന ഒരുപാട് പേര് കുറേ കാശ് കൊടുത്ത് പഠിപ്പിച്ച് കോർപ്പറേറ്റ് ജോബ് വിടുമ്പോൾ ഒരുപാട് അവർക്ക് ഈ സമ്മർദ്ദങ്ങളുണ്ടായിട്ടും അത് ആ അഭിപ്രായങ്ങളൊന്നും കേൾക്കാതെ സ്വന്തം ഹൃദയം ഫോളോ ചെയ്ത് ഇതിനെയാണ് നമ്മൾ ആദ്യത്തേതെന്ന് പറയുന്നത്. അതായത് സ്വന്തം ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. കാരണം ആത്മീയമായിട്ട് ആന്തരികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ഓരോ വ്യക്തിക്കും ഓരോ ജീവിതമാണുള്ളത്. നമുക്ക് മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ജീവിതം ഞാനാണ് ജീവിക്കേണ്ടത് എന്ന് തീരുമാനിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് നമ്മൾ നമ്മുടേതായിട്ട് വഴി കണ്ടെത്തി മറ്റൊരാളുടെ അഭിപ്രായം തേടാതെ ജീവിക്കുന്ന അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കാണ് ആദ്യത്തെ സൈൻ എന്ന് പറയുന്ന മിറക്കിൾസ് കിട്ടാനുള്ളത്. 2 എന്ന് പറയുന്നത് ആനന്ദത്തെക്കാൾ മനസമാധാനം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു കല്യാണത്തിന് നിങ്ങൾ ക്ഷണിക്കുന്നു. നിങ്ങൾക്കാണെങ്കിൽ ആ കല്യാണത്തിന് പോകാൻ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഇതിലും ഭേദം ഞാൻ വീട്ടിലിരുന്നൊരു ബുക്ക് വായിക്കുന്നല്ലേ. അപ്പോൾ ആ ഒരു നമ്മളൊരു ഈ ആനന്ദം എന്ന് പറയുന്നത് എപ്പോഴും ആസക്തി അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ വേദന ഇതെല്ലാം ഉണ്ടാക്കുന്നതാണ്. അതിന് പകരം നമ്മൾ ഒരു സമാധാനമായിട്ടൊരു പുസ്തകം വായിക്കുക അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൂടെ ചെലവഴിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇത് ആണ് നമുക്ക് മനസമാധാനമാണ് വേണ്ടത് സന്തോഷത്തെക്കാളും കൂടുതൽ. ആനന്ദം എന്ന് പറയുന്ന പലപ്പോഴും പല ആക്ടിവിറ്റീസിൽ വരുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു മേ ക്യാൻ എക്സ്പെക്ട് എ മിറക്കിൾ എന്നാണ് പറയുന്നത്. ആ ആർട്ടിക്കിളിലെ കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി 3 എന്ന് പറയുന്നത് മാസ്റ്റർ ദി ആൽക്കമി ഓഫ് ലിറ്റിൽ തിങ്സ് എന്നുള്ളതാണ്. അത് മലയാളത്തിലേക്ക് ആക്കിയപ്പോൾ ആകെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഭീകരമായി. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ പറയുന്നത്. അതായത് ദിവസവും ചെറിയ ചെറിയ ദൈനംദിന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. ഉദാഹരണത്തിന് വ്യായാമം ചെയ്യുക, അല്ലെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ 10 മിനിറ്റ് ധ്യാനിക്കുക, അല്ലെങ്കിൽ നല്ല ചിലപ്പോൾ ചിലർക്ക് ദൈവത്തിൻ്റെ പാട്ട് രാവിലെ 2 എണ്ണം കേൾക്കുക. അപ്പോൾ ആ മനസ്സൊന്ന് ശാന്തമാകുക, അല്ലെങ്കിൽ മോട്ടിവേഷണൽ ഇത് കേൾക്കുക. ദിവസവും ചെയ്യുന്ന ചില റുട്ടീൻ വർക്കിൽ സന്തോഷം കണ്ടെത്തുന്ന ആണ് 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്. 4ാമത്തെന്ന് പറയുന്നത് മനസ്സ്, അതായത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഹെവനും ഹെല്ലും ഉള്ളതെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. ഇത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഒരു ഇതിഹാസം മാത്രമേ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളൂ. അത് ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് ആണ്. അതിൽ ജോൺ മിൽട്ടൺ പറയുന്നൊരു വരിയുണ്ട്, ഇറ്റ് ഈസ് ദ മൈൻഡ് ദാറ്റ് മേക്സ് ഹെൽ ഔട്ട് ഓഫ് ഹെവൻ ആൻഡ് ഹെവൻ ഔട്ട് ഓഫ് ഹെൽ എന്ന്. അതായത് മനസ്സാണ് നരകത്തിനുള്ളിൽ സ്വർഗവും സ്വർഗത്തിനുള്ളിൽ നരകവും കണ്ടെത്തുന്നതെന്ന്. അതായത് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ 2 ഇതുണ്ട് എന്ന് മനസ്സിലാക്കുകയും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുകയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒരുപാട് നെഗറ്റീവ് ദിവസത്തിൽ നമുക്ക് ഈ ലോകത്തിലുണ്ടാവും. പക്ഷേ അതിൽ ഫോക്കസ് ചെയ്യാതെ എല്ലാത്തിലും ഒരു പോസിറ്റിവിറ്റി കണ്ടെത്തുന്നത് ഒരു മിറക്കിൾ ഇതിന് വളരെ പോസിറ്റീവ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇത് ദ പവർ ഓഫ് നൗ എന്ന് പറഞ്ഞിട്ട്
ടോൾ എക്കാർട്ടിൻ്റെ ബുക്ക് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലും അദ്ദേഹം പറയുന്നത് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ പറയുന്നത് തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. നമ്മൾ പറ്റിയ തെറ്റുകൾ, പാസ്റ്റ് റിഗ്രറ്റ്സിൽ നമ്മൾ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക സന്തോഷം നമ്മൾ മറന്നുപോകും. അപ്പോൾ എപ്പോഴും നമുക്കറിയാലോ, ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബിൽറ്റ് ഹിയർ ഫോർ അസ് ടു എക്സ്പ്ലോർ ആൻഡ് എൻജോയ് എന്നുള്ളതാണ്. അപ്പോൾ അതിലുള്ള അനുഭവങ്ങൾ നേടുക. ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് എന്താ പറയുക സീരീസ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് ജിം റോൺ പറയുന്നുണ്ട്. അപ്പോൾ അനുഭവങ്ങളാണ് ജീവിതം. അപ്പോൾ നമ്മൾ ഈ പാസ്റ്റ് ഇതിൽ സ്റ്റക്കായി കഴിഞ്ഞാൽ നമുക്ക് പ്രസൻറ്റിൻ്റെ സന്തോഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യുക, പ്രസൻറ്റിൽ നിൽക്കുക. അങ്ങനെ ആളുകളാണ് വേറൊരു എന്താ പറയുക മിറക്കിൾസ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. പിന്നെ അവസാനത്തെന്ന് പറയുന്നത് സന്തോഷത്തെ പിന്തുടർന്ന് നിർത്തുക എന്നുള്ളതാണ്. സന്തോഷത്തെ പിന്തുടർന്ന് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. ബീയിങ് ഗ്രേറ്റ്ഫുൾ എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. അതായത് നമുക്കിപ്പോൾ ഒരു ചെറിയ ജോലിയുള്ളൂ, ചെറിയ വരുമാനമുള്ളൂ, പക്ഷെ അതിൽ ഭയങ്കര സന്തോഷം കണ്ടെത്തുക. അല്ലാതെ എനിക്ക് വലിയൊരു ശമ്പളത്തിലുള്ള അർഹതയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ചെയ്യുന്ന റിവാർഡ് കിട്ടുന്നില്ല എന്ന് കുറ്റം പറയാതെ ഈ യൂണിവേഴ്സ് നമുക്ക് വേണ്ടി തരും എന്ന് നമ്മൾ വിശ്വസിക്കുകയും നമ്മളുള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുകയും എല്ലാ ദിവസവും നമ്മൾ എന്താ പറയുക ആ ഒരു നന്ദി, കൃതജ്ഞത നമ്മൾ യൂണിവേഴ്സിനെ അറിയിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മിറക്കിൾസ് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിലെ 6 കാര്യങ്ങളിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് കമൻറ്റ് ചെയ്യണം. 4, 5 എന്നുള്ളത്, അതായത് ഉപദേശം സ്വീകരിക്കാതെ സ്വന്തം ജീവിതം സ്വയമാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ ആനന്ദത്തേക്കാൾ മനസ്സമാധാനം കണ്ടെത്തുന്ന ആളാണോ? ചെറിയ കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണോ? പിന്നെ മനസ്സിനുള്ളിൽ തന്നെയാണ് സ്വർഗവും നരകവും ഉള്ളതെന്ന് തിരിച്ചറിയുന്ന ആളാണോ? ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുന്ന ആളാണോ? അതേപോലെ സന്തോഷത്തെ പിന്തുടരുന്നത് നിർത്തി ഉള്ളതിൽ ആനന്ദം കണ്ടെത്തുന്ന ആളാണോ എന്നാണ് പറയേണ്ടത്. ഈ 6 കാര്യങ്ങൾ എനിക്ക് വളരെയധികം റെസൊണേറ്റ് ചെയ്തു. ഐ തിങ്ക് ഐ എം ഗോയിങ് ടു എക്സ്പീരിയൻസ് എ മിറക്കിൾ. ഐ വിഷ് യു ടു എക്സ്പീരിയൻസ് എ മിറക്കിൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇത് ചെയ്യുന്നില്ലെങ്കിൽ ഫോളോ ചെയ്ത് നോക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മിറക്കിൾ നിങ്ങളെ തേടിയെത്തും, ഉറപ്പാണ്. അണ്ടിൽ അതുവരെ എന്താ പറയുക, ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ഐ വിൽ പ്രേ ഫോർ എ മിറക്കിൾ. താങ്ക് യു ഡിയർ.